ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെബൻസ് വ്ളോഗ്. എല്ലാവർക്കും ലെബൻസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ടുള്ള ഒരു യെല്ലോ സ്ട്രിപ്പായിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിലേക്ക് 3 മുട്ടേൻ്റെ വൈറ്റും യോക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു മുട്ടേൻ്റെ വൈറ്റ് ഞാൻ അതും വേറൊരു ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ആപ്പിൾ ഗ്രീൻ കളർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മുട്ടേൻ്റെ വൈറ്റിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. ഇനി യോക്കിലേക്കും നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ മുന്തിരിയും അണ്ടിപ്പരിപ്പും നമുക്ക് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 മുട്ട ആഡ് ചെയ്യാം. മുട്ട നന്നായി ചിക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത്, അതായത് ഏലക്കായും പഞ്ചസാരയും ഞാൻ ഒരുമിച്ചാണ് പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏലക്കായ് പെട്ടെന്ന് തന്നെ പൊടിച്ച് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇവിടെ. നിങ്ങൾക്ക് ഇനി പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിലേക്ക് ഗീ ഒഴിച്ച് നമ്മളെ മുട്ടേൻ്റെ യോക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് വേണം നമുക്കിതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ മുട്ടേൻ്റെ ഗ്രീന്, ആ ഗ്രീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വൈറ്റും യോക്കും മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നമുക്കിത് കമിച്ചിട്ട് കൊടുക്കാം പ്ലേറ്റിൽ. ഇനി അതേ പാനിൽ തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് നമുക്ക് ആ ഗ്രീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗ്രീനല്ല ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്കതും ഇതാക്കി. ഇനി നമുക്ക് ആ മുട്ടേൻ്റെ യോക്ക് ഇതേപോലെ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ നമ്മൾ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റി വെച്ച് ഞാൻ ഇത് ചെയ്യുന്നത്, നമ്മൾ മുട്ടേൻ്റെ യോക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ട്രിപ്സ് എല്ലാം നമുക്കിങ്ങനെ നിരത്തി കൊടുക്കാം. കാരണം ഞാൻ ഈ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വെക്കാത്തത്, അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെ ഗ്യാസിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടേൻ്റെ വൈറ്റ് ഒഴിച്ചു കൊടുക്കാം. മുട്ടേൻ്റെ വൈറ്റ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്ക് ഗ്യാസിലേക്ക് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളെ മുട്ടേൻ്റെ വൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എന്ത് ചെയ്യാം, നമ്മളെ എഗ്ഗിൻ്റെ ഫില്ലിങ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഏത് ഫില്ലിങ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ചിക്കൻ്റെയോ അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഏത് ഫില്ലിങ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവും. പിന്നെ ഇഫ്താറിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. നമുക്കിതിങ്ങനെ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവും. ബൈ, താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ ഇവിടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ബൈ.